ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം. അവകാശങ്ങളുടെ കാവലാളാണ് ഭരണഘടനയെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. അടിയന്തരാവസ്ഥക്കാലത്ത് അവകാശങ്ങൾ ഹനിക്കപ്പെട്ടുവെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. പഴയ പാർലമെന്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിൽ നടന്ന ചടങ്ങിൽ 75 രൂപയുടെ നാണയവും തപാൽ സ്റ്റാമ്പും പുറത്തിറക്കി. പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ സെൻട്രൽ ഹാളിലായിരുന്നു ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, രാജ്യസഭാ കക്ഷി നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ കക്ഷി നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർ പങ്കെടുത്തു. സമൂഹത്തിന്റെ നെടുന്തൂണാണ് ഭരണഘടനയെന്നും ഭരണഘടനാ മൂല്യങ്ങൾ ഓരോ പൗരനും ഉയർത്തിപ്പിടിക്കണമെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു. संविधान हमारे देश का सबसे पवित्र ग्रंथ है। आज हम सब एक ऐतिहासिक अवसर के भागीदार भी बन रहे हैं और साक्षी भी. ജനാധിപത്യത്തിലെ അസ്വസ്ഥത അംഗീകരിക്കാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ ഉപരാഷ്ട്രപതി അടിയന്തരാവസ്ഥക്കാലത്ത് അവകാശങ്ങൾ ഹനിക്കപ്പെട്ടുവെന്ന് പരാമർശിച്ചു. Reminding us of the emergency, the darkest period when fundamental rights of citizens were suspended, people were detained without any reason, and civil rights were violated. ഭരണഘടന സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ഒരുമിപ്പിക്കുന്നുവെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും പ്രസംഗിച്ചു. ചടങ്ങിൽ സംസ്കൃതത്തിലും മൈഥിലിയിലുമുള്ള ഭരണഘടനയുടെ പകർപ്പുകൾ പ്രകാശനം ചെയ്തു. 75ാം വാർഷികത്തിൽ 75 രൂപയുടെ നാണയവും പ്രത്യേക തപാൽ സ്റ്റാമ്പും പുറത്തിറക്കി. നമ്മുടെ ഭരണഘടന നമ്മുടെ അഭിമാനം എന്നതാണ് ഒരു വർഷം നീളുന്ന ആഘോഷങ്ങളുടെ പ്രമേയം. കൈരളി ന്യൂസ്, ദില്ലി.